യാത്ര ശരീരത്തെയും മനസ്സിനെയും ഏറ്റവും നന്നായി പുതിയൊരു തുടക്കത്തിനായി തയ്യാറാക്കുന്ന മാജിക്. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ് എന്ന് ഞാൻ പറയാതെ തന്നെ യാത്രകൾ നടത്തുന്ന ഓരോ വ്യക്തിക്കും ഇന്നറിയാം. അങ്ങനെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ ചേർന്ന് വീണ്ടും ഒരു യാത്ര നടത്തി. തമിഴ്നാട്ടിലെ തഞ്ചാവൂരും തൃച്ചിയുമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യമെങ്കിലും എല്ലാവരും മനസ്സിൽ ഒരേപോലെ കാണാൻ കൊതിച്ചതും ആസ്വദിച്ചതും തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം അഥവാ കരിങ്കല്ലിലെ വിസ്മയമെന്ന ആ അത്ഭുതത്തെയായിരുന്നു. അതെ, ഭാരതീയ വാസ്തുവിദ്യയുടെയും ചരിത്രത്തിൻ്റെയും ഉത്തമ ഉദാഹരണമായ തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ നടത്തിയ ആ ഒരു കൊച്ചു യാത്രയെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ പെരിയ കോവിലെന്നും ഭാരതമൊട്ടുമേ രാജരാജേശ്വര ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു. 1000 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. ഓരോ ക്ഷേത്രങ്ങളുടെയും പകൽ കാഴ്ചകളെയും രാത്രി കാഴ്ചകളെയും നമുക്ക് വേർതിരിച്ചു പറയുവാൻ കഴിയുമെങ്കിലും ബൃഹദേശ്വര ക്ഷേത്രം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഒരേ സമയം ഒരു ആരാധനാലയം എന്ന നിലയിലും ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന നിലയിലും നിലകൊള്ളുന്ന ക്ഷേത്രം നമ്മെ വേറെയൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് എനിക്ക് പറയുവാൻ കഴിയും. അവിടെ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും നമ്മളിലേക്ക് വരുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് അനുഭവിച്ചു തന്നെ അറിയണം. പകൽ നമ്മുടെ കണ്ണുകൾക്കും മനസ്സിനും എന്താണോ ആ ക്ഷേത്രവും അതിൻ്റെ ചുവരുകളും പകർന്നു നൽകുന്നത്, അതിൻ്റെ ഇരട്ടി അവ നമുക്ക് ഇരുളിലേക്ക് കടക്കുമ്പോൾ തന്നുകൊണ്ടിരിക്കും. അവിടെ ചിലവഴിച്ച ഓരോ നിമിഷവും എനിക്ക് എൻ്റെ പഴയ കാലത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് കൂടിയായിരുന്നു. എന്തെന്നാൽ ഇതിനു മുന്നേ 2 തവണ ഞാൻ അവിടെ പോയിട്ടുണ്ട്. എത്ര തവണ വന്നാലും വീണ്ടും വീണ്ടും നമുക്ക് നൽകുവാൻ എന്തൊക്കെയോ ആ ക്ഷേത്രം കരുതി വെക്കുന്നുണ്ട് എന്ന് എനിക്ക് അവിടെ നിന്ന് ചിലവഴിച്ച ഓരോ സമയവും തോന്നുന്നുണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തെപ്പറ്റി പറയുമ്പോൾ അതിൻ്റെ നിർമ്മാണത്തെപ്പറ്റി പറയാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല. ചോള രാജവംശത്തിലെ കരുത്തനായ ഭരണാധികാരി രാജരാജ ചോളൻ ഒന്നാമനാണ് AD 1003 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. വെറും 7 വർഷം കൊണ്ട്, അതായത് AD 1010 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായി. 1,00,000 ടണ്ണിലധികം കരിങ്കല്ല് ഉപയോഗിച്ചാണ് ഈ മഹാക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഈ ക്ഷേത്രം നമ്മുടെ ഭാരതത്തിൻ്റെ വാസ്തുവിദ്യാ വിസ്മയങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാതെ വയ്യ. ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ പ്രധാന ഗോപുരമാണ്. 216 അടി ഉയരമുള്ള ഈ ഗോപുരം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരങ്ങളിലൊന്നാണ്. ഈ ഗോപുരത്തിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കുംഭം അഥവാ ശിഖരം ഏകദേശം 80 ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ തീർത്തതാണ്. ഇത്രയും വലിയൊരു കല്ല് എങ്ങനെ ഈ ഗോപുരത്തിന് മുകളിൽ എത്തിച്ചു എന്നത് ഇന്നും ഒരു അത്ഭുതമാണ്. 6 കിലോമീറ്ററോളം നീളമുള്ള
ചരിഞ്ഞ പാത നിർമ്മിച്ച് ആനകളെ ഉപയോഗിച്ചാണ് ഇത് മുകളിലെത്തിച്ചതെന്ന് പറയപ്പെടുന്നു. ഉച്ചസമയത്ത് ഈ ഗോപുരത്തിൻ്റെ നിഴൽ നിലത്ത് വീഴില്ല എന്നൊരു വിശ്വാസവും പ്രചാരത്തിലുണ്ട്. അത് വെറുമൊരു വിശ്വാസമല്ല, സത്യം തന്നെയാണ്. ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ നമ്മെ സ്വാഗതം ചെയ്യുന്നത് ഒരു കൂറ്റൻ നന്ദി പ്രതിഷ്ഠയാണ്. ഒറ്റക്കല്ലിൽ തീർത്ത ഈ നന്ദിക്ക് 12 അടി ഉയരവും 20 അടി നീളവുമുണ്ട്. ഏകദേശം 25 ടണ്ണാണ് ഇതിൻ്റെ ഭാരം എന്ന് പറയപ്പെടുന്നു. അതുപോലെ പ്രധാന ശ്രീകോവിലിൽ നമുക്ക് ദർശിക്കാവുന്നത് 12 അടി ഉയരമുള്ള കൂറ്റൻ ശിവലിംഗമാണ്. ക്ഷേത്രത്തിൻ്റെ ചുവരുകൾ ചോള കാലഘട്ടത്തിലെ മനോഹരമായ ചിത്രങ്ങളാലും ശില്പങ്ങളാലും സമൃദ്ധമാണ്. ഭരതനാട്യത്തിലെ വിവിധ മുദ്രകൾ കൊത്തിയ ശില്പങ്ങളും പഴയ തമിഴ് ലിപിയിലുള്ള ലിഖിതങ്ങളും ഇവിടെ കാണാൻ കഴിയും. 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള തമിഴ് ജനതയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതത്തിലേക്ക് ഈ ലിഖിതങ്ങൾ നമ്മെ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ വെളിച്ചം വീശുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ആധുനിക യന്ത്ര സാമഗ്രികൾ ഒന്നുമില്ലാതിരുന്ന കാലത്ത് കരിങ്കല്ലിൽ തീർത്ത ഈ മഹാവിസ്മയം നമ്മുടെ പൂർവികരുടെ അറിവിനും കഴിവിനും സാക്ഷ്യമാണ്. ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന ഈ ചരിത്ര സ്മാരകം ഒരിക്കലെങ്കിലും നേരിട്ട് പോയി കാണേണ്ടത് തന്നെയാണ്. ഇത്രയുമൊക്കെയാണ് ഈ ക്ഷേത്രത്തെപ്പറ്റി എളുപ്പത്തിൽ പറയാൻ കഴിയുന്നത്. അപ്പോൾ അവിടേക്ക് പോകേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ നിന്നും എന്നും അവിടേക്ക് പോകുവാൻ കഴിയുന്ന ഒരു ട്രെയിൻ സർവീസ് ഉണ്ട്. എറണാകുളം സൗത്ത് സ്റ്റേഷൻ അല്ലെങ്കിൽ എറണാകുളം ജംഗ്ഷൻ. അവിടെ നിന്ന് എന്നും രാത്രി 10:25 പുറപ്പെടുന്ന 16188 നമ്പറിലുള്ള കാരക്കൽ എക്സ്പ്രസ്. ആ വണ്ടി അടുത്ത ദിവസം രാവിലെ 9:05 തഞ്ചാവൂർ എത്തുന്നത്. അന്ന് തന്നെ വൈകുന്നേരം 6:25 അവിടെ നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ 6:45 എറണാകുളത്തും തിരിച്ചെത്തും. വളരെ കുറഞ്ഞ ചിലവിൽ 2 ദിവസത്തെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ നോക്കുന്ന എല്ലാവർക്കും തഞ്ചാവൂരും ഈ വണ്ടിയും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് ഈ വണ്ടി ഉപയോഗിക്കുക, തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം പോയി കാണുക, ആസ്വദിക്കുക.